ഹലോ, വെൽക്കം ടു ഡ്രൈ ചില്ലി. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ. പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 4 or 5 വറ്റൽമുളക് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം വറ്റൽമുളകൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഈ വറ്റൽമുളകിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 3 or 4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ സവാള മതി, വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി സവാള മതിയായിരിക്കും. ഈ സവാളയും ഒന്ന് വഴന്നു വരുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായി കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി ആവുന്നതായിരിക്കും നല്ലത്. പഴുത്ത നല്ല തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. വേണമെങ്കിൽ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മുടെ ഈ മസാല ഒന്ന് നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയ നമ്മുടെ ചട്നിയുടെ ഈ കൂട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മുളകും ഈ എല്ലാ ഉള്ളിയും ഇഞ്ചിയും മസാല ആക്കിയതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് 1 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും 2 or 3 ഉണക്കമുളകും കൂടി ചേർത്ത് പൊട്ടിച്ച് നമ്മുടെ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.